Hello everyone. Ernst Academy മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ ടെസ്റ്റ് ഗ്രേഡ് 2 എക്സാം ഇങ്ങ് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ POP-യിലാണെങ്കിലും നമ്മുടെ സിലബസിലാണെങ്കിലും എടുത്തു പറഞ്ഞിട്ടുള്ള ട്യൂബർ ക്രോപ്സിനകത്ത് ടപ്പിയോക്ക എന്നൊരു സെക്ഷനാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടപ്പിയോക്കയിലെ കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ഒരുപാട് എക്സാമുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളതെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രൂ അബൌട്ട് ശ്രീവിശാഖം വെറൈറ്റി ഓഫ് ടപ്പിയോക്ക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീവിശാഖം ടപ്പിയോക്കയുടെ വെറൈറ്റിയുമായിട്ട് ബന്ധമുള്ളതെന്ന്. First option, it is a non-branching type, white colored flesh and 12-month duration. Second, it is a semi-branching type, yellow colored flesh and 10-month duration. Third, it shows a high susceptibility to mosaic and pest like red mites, scale insect, thrips. Fourth option, the starch content 20% of the vitamin A content is 200 IU. പിന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ശ്രീവിശാഖം വെറൈറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അതൊരു സെമി ബ്രാഞ്ചിങ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലഷ് ഏത് കളറാണ്? യെല്ലോ കളറാണെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതുപോലെ 10 മന്താണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരിക. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് അടുത്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ അബൌട്ട് കൽപ്പക വെറൈറ്റി ഓഫ് ടപ്പിയോക്ക. ആ പേര് തന്നെ ഉണ്ടല്ലേ, കൽപ്പക, നമ്മുടെ കൽപ്പവൃക്ഷങ്ങൾ അല്ലേ, കൽപ്പവൃക്ഷമായ തെങ്ങ്. അപ്പൊ കൽപ്പക എന്ന പേര് കേൾക്കുന്നതിന് ആരും തെങ്ങിന്റെ വെറൈറ്റി ആണെന്ന് വിചാരിക്കരുത്. കൽപ്പക വരുന്നത് ടപ്പിയോക്കയുടെ വെറൈറ്റിയാണ്. അപ്പം ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കൽപ്പകയെ ബന്ധപ്പെട്ടുള്ളത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇറ്റ് ഇസ് സെമി ബ്രാഞ്ചിങ് ടൈപ്പ് വിത്ത് 6 month ഡ്യൂറേഷൻ. രണ്ടാമത്തെ പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ ബ്രാഞ്ചിങ് ടൈപ്പ് ആൻഡ് വിത്ത് 12 month ഡ്യൂറേഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടഡ് ടു ഇന്റർക്രോപ്പ് ഇൻ കോക്കനട്ട് റിക്ലൈമഡ് അലൂവിയൽ സോയിൽസിൽ കുട്ടനാട്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി സസെപ്റ്റബിൾ ടു മൊസൈക്ക് ആൻഡ് പെസ്റ്റ് ലൈക്ക് റെഡ് മൈറ്റ്, സ്കെയിൽ, ഇൻസെക്ട്, ത്രിപ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയായിരിക്കും കൽപ്പക കോക്കനട്ടിലല്ലേ, കോക്കനട്ടിൽ ഇന്റർക്രോപ്പ് ആയിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കൽപ്പക. അതുപോലെ ഇത് എവിടെയാണ്? അലൂവിയൽ സോയിൽ, കുട്ടനാടിന്റെ അലൂവിയൽ സോയില് കോക്കനട്ടിനെ ഇന്റർക്രോപ്പ് ആയിട്ട് വളർത്തുന്ന ഒരു ടപ്പിയോക്കയുടെ വെറൈറ്റിയാണ് കൽപ്പക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആരും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനുകളിലെല്ലാം ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇറ്റ് ഈസ് ഹൈലി സസെപ്റ്റബിൾ ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്. പെസ്റ്റിനും ഡിസീസിനും ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ശ്രീസാഹ്യ. അപ്പോൾ ശ്രീസാഹ്യ എന്ന് പറഞ്ഞ വെറൈറ്റി ഏതിനാണ് സസെപ്റ്റബിൾ ആണ്? ഏതിന്? പെസ്റ്റിനും ഡിസീസിനും ഒക്കെ സസെപ്റ്റബിൾ ആണെന്നും കൂടെ ആലോചിച്ചിരിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് ഒരു വെറൈറ്റിയാണ് ടപ്പിയോക്കയുടെ വരുന്ന ഒരു വെറൈറ്റി M4. ആ വെറൈറ്റി ഒരു നോൺ ബ്രാഞ്ചിങ് ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് പ്രിഫറബിൾ അക്കോർഡിംഗ് ടു റെക്കമെൻഡേഷൻ? M4ന്റെ സ്പേസിങ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മളുടെ POP-യിൽ പ്രത്യേകമായിട്ട് ഓരോ വെറൈറ്റീസും അതിൻ്റെ സ്പേസിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റും ചേർത്തിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് M4 എന്ന വെറൈറ്റി അതൊരു കുക്കിംഗ് ക്വാളിറ്റി അല്ലേ, നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉള്ള വെറൈറ്റിയാണ് M4. അതുപോലെ M4 ആണ് ലോക്കൽ വെറൈറ്റി എന്നും പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സീഡ് റേറ്റ് വരുന്നത് 75x75 ആണ്. മറക്കരുതാരും. ശ്രീവിശാഖത്തിൻ്റെയും അതുപോലെ തന്നെ M4-നും ഒക്കെ ഓരോ പ്രത്യേകമായിട്ടുള്ള സ്പേസിങ്ങും അതുപോലെ ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റും ഉണ്ട്. അതെന്തായാലും എല്ലാവരും വായിച്ച് നോക്കിയിട്ട് പോകുക. അതുപോലെ തന്നെ M4ന്റെ സ്പേസിങ് വരുന്നതാണ് 75x75 ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ടപ്പിയോക്കയുടെ മിനി സെറ്റ് മെത്തേഡ് അല്ലേ. നമുക്കറിയാം ടപ്പിയോക്ക വെറൈറ്റി മിനി സെറ്റ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ട്രഡീഷണൽ മെത്തേഡായിരുന്നു നമുക്ക് ഒരു സ്റ്റെമ്മിൽ നിന്ന് 10 ടപ്പിയോക്കയുടെ കട്ടിങ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പുതിയതായിട്ട് വരുമ്പോൾ അത് 60 കട്ടിങ്സ് വരെ, അതായത് ഒരു സ്റ്റെമ്മിൽ നിന്ന് 60 കട്ടിങ്സ് വരെ എടുക്കാൻ വേണ്ട. അതിനാണ് നമ്മൾ മിനി സെറ്റ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും. ടപ്പിയോക്കയുടെ മിനി സെറ്റ് കൾട്ടിവേഷൻ പറയുന്നത് 1:60 ആണ്. ഓർത്തിരിക്കുക. ഇത് കഴിഞ്ഞ വട്ടത്തെ ബാങ്കിന്റെ ആണോ സോയിൽ സർവേയുടെ ആണോ ഏവോ ഒന്നിന്റെ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മിനി സെറ്റ് കൾട്ടിവേഷൻ റേഷ്യോ ടപ്പിയോക്കയുടെ 1:60 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് NPK ഫെർട്ടിലൈസർ റേഷ്യോ ശ്രീവിശാഖം വെൻ ഗ്രോൺ എ ഇന്റർക്രോപ്പ് ഓഫ് കോക്കനട്ട് കാണാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ വെറൈറ്റിയുടെയും സ്പേസിങ്ങും അതുപോലെ തന്നെ ഫെർട്ടിലൈസർ റിക്വയർമെന്റും POP-യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അവർ പറയുന്നുണ്ട് ശ്രീവിശാഖം എന്ന വെറൈറ്റി സിംഗിൾ ക്രോപ്പായിട്ട് ഇടുകയാണെങ്കിൽ ഒരു ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ടിന് ഇന്റർക്രോപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ റേറ്റുമാണ്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്
ശ്രീവിശാഖം വെറൈറ്റി ഇന്റർക്രോപ്പ് ഓഫ് കോക്കനട്ട് കാണുന്നത് കോക്കനട്ടിനെ ഇന്റർക്രോപ്പ് ആയിട്ട് ഇടുമ്പോൾ അതിന്റെ ഫെർട്ടിലൈസർ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് 50:50:100 ആണ്. എത്രയാണ്? 50:50:100 ആണ്. എടുത്ത് നമ്മുടെ POPയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രീവിശാഖം വെറൈറ്റി ഏതിന്റെ ഇന്റർക്രോപ്പ് ആയിട്ട് ഇടുമ്പോൾ, കോക്കനട്ടിന്റെ ഇന്റർക്രോപ്പ് ആയിട്ട് ഇടുമ്പോൾ അതിന് ഇടുന്ന ഫെർട്ടിലൈസർ റിക്വയർമെന്റ് NPK എത്രയാണ്? 50:50:100 ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കസാവ മൊസൈക്ക് ഡിസീസ് പ്രൈമർലി ട്രാൻസ്മിറ്റഡ് ബൈ വിച്ച് ഇൻസെക്ട്? അപ്പം നമുക്കറിയാം മൊസൈക്ക് ഡിസീസ് നമ്മൾ ഒക്രയിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഒക്രയിൽ മൊസൈക്ക് പഠിക്കുന്നുണ്ട്. കുറേ നമ്മൾ POPയിൽ കുറേ എടുത്ത് മൊസൈക്ക് ഡിസീസുകൾ പഠിക്കുന്നുണ്ട്. അപ്പം മൊസൈക്ക് ഡിസീസ് ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ഫ്ലൈ ആണ്. അതായത് ബെമീസിയ ടബാസി. അതായത് ബെമീസിയ ടബാസി വരുന്നതാണ് ഏതിലെ കേസിൽ? ഒക്രയുടെ കേസിൽ. ക്രോപ്പുകൾ വരുമ്പോൾ അതിൻ്റെ സ്പീഷീസ് നെയിംസിന് ചേഞ്ച് വരും. കസാവയുടെ കേസിൽ ബെമീസിയ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഫ്ലൈ ആണ് അവിടെ കസാവ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കസാവ മൊസൈക്ക് ഡിസീസ്. CMD എന്നായിരിക്കും ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. അതിനർത്ഥം കസാവ മൊസൈക്ക് ഡിസീസ് എന്നാണ്. അത് പരത്തുന്ന ആരാണ്? അത് വരുന്ന ടപ്പിയോക്കോയിലാണ്. അത് പരത്തുന്ന ആള് വൈറ്റ് ഫ്ലൈ ആണ്. അതിൻ്റെ പേരാണ് ബെമീസിയ സ്പീഷ്യസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടപ്പിയോക്കയെ പറ്റി പറയാൻ. ഇതിൽ കൂടുതൽ നമ്മുടെ POPയിൽ പറയുന്നുണ്ട്. POPയിൽ ഓരോ വെറൈറ്റീസും വൃത്തിയായിട്ട് പഠിക്കുക. അതിനകത്ത് ചിപ്സ് ഉണ്ടാക്കുന്നതിന് പ്രത്യേക വെറൈറ്റി, അതുപോലെ മൾട്ടിപ്പിൾ സസെപ്റ്റബിൾ ആണ്, കുറച്ച് റെസിസ്റ്റ് അങ്ങനെ കുറച്ച് പറയാൻ വേണ്ടി ട്രിപ്ലോഡ് വെറൈറ്റീസിനെ പറ്റി പറയുന്നുണ്ട്, ടോപ്പ് ക്രോസ് വെറൈറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റും, അതുപോലെ തന്നെ ഏതൊക്കെ ക്രോപ്പ് ഏതിനൊക്കെ ഇന്റർക്രോപ്പ് ആയിട്ടാണെന്നും, അതുപോലെ തന്നെ ടപ്പിയോക്കൊക്കെ ഇന്റർക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ക്രോപ്പുകൾ ഉണ്ടെന്നും അതെല്ലാം നമ്മുടെ POPയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ടപ്പിയോക്ക വായിച്ചിട്ട് തന്നെ പോവുക. ഇനിയും എക്സാമിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഒരു 70 ഡേയ്സോളം ഉണ്ട്. ഈ ഒരു ടൈം ഒരിക്കലും നശിപ്പിക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. POPയുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.